നമ്മളിന്ന് ക്വാറം സെൻസിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്വാറം സെൻസിങ് കുറേ കാലമായി പറയാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അത് ഒപ്പം തന്നെ പലരും മൈക്രോബൽ ഫങ്ഷനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നതിലും കുറവ് വരുന്നുണ്ട്. ക്വാറം സെൻസിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൈക്രോബുകൾ ഉപദ്രവകാരികളായിട്ടുള്ളവർ ഉപദ്രവം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നത്? ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ചെടിയിൽ. മൈക്രോബുകൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു പരിശോധനയ്ക്ക് വിധേയമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഫംഗസിനെയും അതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫംഗസും ഇതേപോലെ തന്നെ ഒരു സിഗ്നൽ വഴിയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ശരീരത്തിലും അവർ വന്നിരുന്ന് കഴിഞ്ഞാൽ, ഏതൊരു ശരീരത്തിലും വന്നിരിക്കാം, നമ്മുടെ ശരീരത്തിലുണ്ടാകാം, അല്ലെങ്കിൽ ചെടികളുടെ ശരീരത്തിലുണ്ടാവാം. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് ചെടിയുടെ തന്നെ ഗുണമേന്മ കൊണ്ട്, അതിന് അതിജീവിക്കാനുള്ള കരുത്ത് അതിനുള്ളതുകൊണ്ട്. അതിന് അതിജീവിക്കാനുള്ള കരുത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ തന്നെ ഇത്തരം മൈക്രോബുകളെ ഒഴിവാക്കാൻ, തടയാൻ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ, വ്യാപനത്തെ, അവരുടെ സിഗ്നൽ മോളിക്യൂൾസിനെ തടയാൻ കഴിയുന്ന വിധത്തിൽ ആ ചെടിയിൽ അല്ലെങ്കിൽ ആ ശരീരത്തിൽ, മനുഷ്യൻ്റെ ശരീരത്തിലായാലും അതിനെതിരെ പ്രവർത്തിക്കുന്ന മൈക്രോബുകൾ ഉണ്ടെങ്കിൽ അതിനെ തടയിടാൻ സാധിക്കും. കാരണം അവരുടെ അടുത്ത് ഇവർ പുറപ്പെടുവിക്കുന്ന സിഗ്നലിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ, മനുഷ്യർക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മൈക്രോബിയൽ സെല്ലുകളുടെ വളർച്ച എന്ന് പറയും. അതായത് മൈക്രോബിയൽ സെല്ലുകളുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ചെടിയിൽ വന്നിരിക്കുന്ന അവരൊറ്റയായിരിക്കും. ഒരാൾ, രണ്ടാൾ, അല്ലെങ്കിൽ 10 ആൾ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ കടന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ അറ്റാക്ക് ചെയ്യുള്ളൂ. അതുവരെ അറ്റാക്ക് ചെയ്യില്ല. അതുവരെ അവർ ചോദിച്ചുകൊണ്ടിരിക്കുക, അവരുടെ സിഗ്നൽ പുറപ്പെടുവിച്ചുകൊണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ സ്വന്തക്കാരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ പരിസരത്ത്? ആ സിഗ്നൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? അവരുടെ ഓട്ടോ ഇൻഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഒരു തരം പ്രോട്ടീനാണ്. ആ ഓട്ടോ ഇൻഡ്യൂസേഴ്സ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് ആരൊക്കെ അവിടെ ഉണ്ട്, എത്ര കമ്മ്യൂണിറ്റി ഉണ്ടെന്നുള്ളവർ അറിയുന്നത്. ഒന്ന്, ആ ബാക്ടീരിയയുടെ ഇനത്തിനെ മൊത്തം തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നു. എത്ര ബാക്ടീരിയം കോളനി അവിടെ ഉണ്ട്, എത്ര ആളുകളുണ്ട് അവിടെ, അത് തിരിച്ചറിയാൻ കഴിയുന്നു. ഒന്നാമത്തത്. രണ്ടാമത്തെ, അതിൽ തന്നെ എൻ്റെ അനിയനോ ചേട്ടനോ അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അതറിയാൻ സാധിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെയും അതിലൂടെയുള്ള മോളിക്യൂൾസ് പ്രവർത്തനം വഴി അവർക്ക് മൊത്തം ബാക്ടീരിയകൾ ആരൊക്കെയുണ്ട്, ഏതൊക്കെയുണ്ട് എന്നതറിയാൻ കഴിയുന്നു. അപ്പോൾ മൊത്തം അതേപോലെ തന്നെ അവർ എത്ര എണ്ണം ഉണ്ട്, എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരും ആണെങ്കിൽ അവർ എത്ര പേരുണ്ട് അവിടെ, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ സെല്ലുകളുടെ വളർച്ച പതുക്കെ കൂടുകയാണ്. അവരൊരു പ്രത്യേക കോളനിയായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഒരു കൂട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ, അവരവരുടെ ബയോഫിലിം സ്ഥാപിച്ചു കഴിഞ്ഞിട്ട്, അതായത് ഒരു തരം ഫിലിം, നമ്മളിപ്പോൾ പൈപ്പിലൊക്കെ കാണില്ലേ ഒരു ബയോഫിലിം ഉണ്ടാവുന്നത്, നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഒരു പ്ലാക്ക് ഉണ്ടാവില്ലേ, അതേപോലെ ബയോഫിലിം പൈപ്പുകളിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബയോഫിലിംസ് അതിങ്ങനെ കട്ടി കൂടി വരും അല്ലേ, അങ്ങനെയാണ്. അതിലാണ് അധികം ബാക്ടീരിയകളൊക്കെ, മൈക്രോബുകളൊക്കെ തങ്ങി ഇരിപ്പിടം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അവർ ഒരുമിച്ച് ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുകയാണ്. മറ്റുള്ള എല്ലാവരോടും മനസ്സിലാക്കി അവർ തിരിച്ചും സിഗ്നൽ കൊടുക്കുന്നു, യെസ് നമ്മൾ ഇത്ര പേരിവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ മിലിറ്ററിയിലൊക്കെ ഉള്ള പോലെ, മിലിറ്ററിയിൽ റഡാറും അല്ലെങ്കിൽ ചില റേഡിയോ സിഗ്നൽസൊക്കെ അതുവഴിയാണല്ലോ അറിയുന്നത്. റേഡിയോ ഫോൺ വഴി അല്ലേ, ഇന്ന സ്ഥലത്ത് ഇത്ര പട്ടാളക്കാരുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർ അഡ്വൈസ് ചെയ്യും, നമ്മൾക്ക് തോക്കും കൊണ്ട് മാത്രം പറ്റുന്നില്ല, റോക്കറ്റ് ലോഞ്ചേഴ്സ് വേണ്ടി വരും, അതല്ലെങ്കിൽ പീരങ്കി വേണ്ടി വരും, അതല്ലെങ്കിൽ നിങ്ങൾ ഹെലികോപ്റ്റർ വിടണം, അതല്ലെങ്കിൽ നിങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ വിട്ടിട്ട് അപ്പുറത്തുള്ള എതിരാളികളെ തകർക്കണം, എന്നാൽ മാത്രം ഞങ്ങൾക്ക് ആക്സസ് കിട്ടുള്ളൂ, മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ, അതേപോലെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് മൈക്രോബുകൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നു, അല്ലെങ്കിൽ ഒരു ചെടിയിൽ കയറുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നാടകം കാണാനും സിനിമ കാണാനൊക്കെ കയറുന്നില്ലേ എന്ന പോലെ
ചിലർ ടിക്കറ്റിലാണ്ടും കയറും അല്ലേ, അങ്ങനെയൊക്കെ കയറുന്നവരുണ്ട്. ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ സീറ്റ് ഉണ്ടായിരിക്കും എന്ന പോലെ. അപ്പോൾ ഉള്ളിലും ചെക്കിങ് ഉണ്ടായിരിക്കും അല്ലേ. ഉള്ളിലും ചെക്കിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ ടിക്കറ്റില്ല, നിങ്ങൾ അതുകൊണ്ട് പുറത്ത് പോകണം എന്ന് പറയും അല്ലേ. എന്ന പോലെയാണ് നമ്മുടെ ശരീരത്തിലായാലും ചെടികളിലായാലും. അപ്പോൾ ചെടികൾക്ക് ആരോഗ്യമുണ്ട്. ചെടികൾക്കുള്ളിൽ ഈ ഇത്തരം കടന്നുകയറ്റക്കാരെ എതിർക്കാൻ ആളുകളുണ്ടെങ്കിലോ അവരപ്പോൾ തന്നെ അതിനെ പുറത്താക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. കാരണം അവരുടെ അടുത്ത് ഇതേപോലെ തന്നെ ഇവർ പുറപ്പെടുവിക്കുന്ന വിഷം പോലെ തന്നെ അവരുടെ അടുത്തുണ്ട്, എതിരാളികളുടെ അടുത്തും. ഈ കടന്നു കയറിയവരെ ഇല്ലാതാക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് അല്ലേ, അതിന് ആൻറ്റിബയോട്ടിക്സ് എന്നല്ല പറയാം, അത് പുറപ്പെടുവിച്ചുകൊണ്ട് ഇവരെ ഇല്ലാതാക്കുന്നു. അപ്പോൾ പുതിയ ഗവേഷണ പ്രകാരം എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇവരുടെ സിഗ്നൽസ് മോളിക്യൂൾസ് പുറപ്പെടുവിക്കുകയാണ്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എത്ര പേരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് തിരിച്ച് റിപ്ലൈ ആയിട്ട് ഞാൻ ഇപ്പുറം ഭാഗത്ത് നമ്മളുടെ അടുത്ത് ഒരു മില്യൺ പേരുണ്ട്. നിങ്ങൾ 1 മില്യൺ പേരുണ്ടല്ലേ, എങ്കിൽ എൻ്റെ ഭാഗത്തും ഏകദേശം എത്ര പേരുണ്ട്. അല്ലെങ്കിൽ ഞാൻ സ്വയം അറിയുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ അടുത്ത് 10,000 പേര് വേറെയുണ്ട്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും മനസ്സിലാക്കും, ഇപ്പോൾ എത്ര പേരായി, ഇപ്പോൾ 1 മില്യൺ കടന്നു. അപ്പോഴാണ് അവർ മുഴുവൻ ഒരുമിച്ച് ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുന്ന ഒരു സെല്ല്. ഇതുകളൊക്കെ ഇതേപോലെ തന്നെയാണ് നമ്മൾ സിഗ്നൽ വഴി അല്ലാതെ. ഇപ്പോൾ റൈസോബിയം ബാക്ടീരിയ കണ്ടിട്ടില്ലേ, അത് സെല്ലുകളെ വളർത്തുകയാണ് ചെയ്യുക അല്ലേ. അതേപോലെ തന്നെ ഉപദ്രവകാരികളുണ്ട്, സെല്ലുകളെ വളർത്തുന്ന നമ്മുടെ ക്യാൻസർ രോഗങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെയാണ് അവർ. അപ്പോൾ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. സിഗ്നൽ വഴി മാത്രം വിഷം പുറപ്പെടുവിക്കുക മാത്രമല്ല, ചില ഭാഗത്ത് വളർച്ചകളെയും വർദ്ധിപ്പിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് റൈസോബിയം ബാക്ടീരിയ. വേരുകളിൽ കടന്ന് വേരുകൾക്കുള്ളിലല്ല, വേരുകളുടെ പുറത്ത് റൈസോബിയം ബാക്ടീരിയ ഒരു തടിപ്പുണ്ടാക്കി അതിൽ വസിക്കുന്നു അല്ല. അതൊരു കടന്നുകയറ്റാണ്, പക്ഷെ ഉപകാരിയാണത്. ആ ഉപകാരിനെ ചെടി വളർത്തും ചെയ്യും എന്ന പോലെ. ഇപ്പോൾ ഒരു പിക്ചർ മനസ്സിലായല്ലോ ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു നിശ്ചിത കൗണ്ടിൽ എത്തിയാൽ മാത്രമേ അവർക്ക് ഉപദ്രവിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ആ ചെടി എന്താണ്, ഏതിനാണ്, അതിൻ്റെ തന്നെ സ്വഭാവം, അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആൻറ്റിബയോട്ടിക്സ് എന്തൊക്കെയാണുള്ളത്, അതിനനുസരിച്ച് ഇവരുടെ കടന്നുകയറ്റം ഇല്ലാതാക്കുന്നു. 2, അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയം ഏതൊക്കെയാണ്, അവരുടെ ആൻറ്റിബയോട്ടിക്സ് ഏതൊക്കെയാണ്, അതിനനുസരിച്ച് ഇവരെ പുറത്താക്കാൻ സാധിക്കും. 3, നമ്മൾ പ്രയോഗിച്ചെടുക്കുന്ന പല മൈക്രോബുകളുടെയും പ്രവർത്തനം കൊണ്ട് ഇവരില്ലാതാക്കുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു നടപടികൾ റെഗുലേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇല്ലാതാക്കുക എന്നതിൻ്റെ ഒരു സയൻസ് പോകുന്നത്. നമുക്ക് ഇത്രയൊന്നും അറിയാൻ സാധിച്ചിരുന്നില്ല. 2005 ബോണി ബെസ്ലർ ഈ മനുഷ്യ ശരീരത്തിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുള്ള കാര്യം മനസ്സിലാക്കി. അതിനു മുമ്പും ഈ കോറം സെൻസിങ്ങിനെ കുറിച്ച് പലരും വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ബോണിയാണ് അത് മരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശോധന. അത് ബോണി മാത്രമല്ല, ബോണിയുടെ ഒപ്പം 2 സയൻറ്റിസ്റ്റുകൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ സ്ലൈഡിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ബോണിയുടെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് ഉണ്ടാക്കിയത് തന്നെ. അത് കൃഷിയിൽ നമുക്ക് ആവശ്യമുണ്ട്, ഇത് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ അവരുടെ വിശദീകരണം വളരെ മനോഹരമായിട്ടത് മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട് ലോകത്തിനെ മുഴുവൻ. അത് കൃഷിക്കാരിലേക്ക് പലരിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ അതിനെ കൃഷിയുമായി ബന്ധപ്പെടുത്തി വായിച്ചിട്ടില്ല പലരും. അപ്പോൾ കൃഷിയിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്, ചെടികളിലും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. മൈക്രോബുകൾ വന്നിരുന്നു എന്നതുകൊണ്ട് രോഗം ഉണ്ടാവണമെന്നില്ല. ചെടിയുടെ കണ്ടീഷൻ എന്താണ്, ചെടിക്കുള്ളിലുള്ള, ചെടിക്ക് പുറത്തും അകത്തുമുള്ള മൈക്രോബുകൾ ആരൊക്കെയാണ്, അവരുടെ പോപ്പുലേഷൻ എന്താണ്. അതേപോലെ തന്നെ ഈ മൈക്രോബിന് വളരാൻ ഉതകുന്ന തരത്തിലുള്ള കാലാവസ്ഥയും ആ ചുറ്റുപാടുകളുണ്ടോ, അതിന് ഭക്ഷണം, താമസിക്കാൻ, ഇരിക്കാൻ ഒക്കെ വളരാൻ ഉള്ള സാഹചര്യം അവിടെ ഉണ്ടോ എന്നതിനനുസരിച്ചാണ്. അപ്പോൾ മൈക്രോബ് വന്നിരുന്നു എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് അപകടം ഉണ്ടാവണമെന്നില്ല. അത് സമയമെടുത്ത് തന്നെയാണ് അപകടം ഉണ്ടാക്കുന്നത്. നമ്മൾ ആ സമയത്തെ മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട്, ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട്, ചിലപ്പോൾ 1 മാസം കൊണ്ട് അല്ലേ. ചിലപ്പോൾ ഒരു ചെടിയുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു 3 മാസം 4 മാസം ഒന്നും സംഭവിച്ചില്ല എന്ന് വരാം. കാരണം അവർ ഫെയിലായിപ്പോയി, ഈ മൈക്രോബുകൾ ഫെയിലായി പോകുന്നു. കാരണം അത് ചെടിയുടെ ആരോഗ്യം അനുസരിച്ചിരിക്കും, ചെടിയുടെ പ്രതിരോധ ശേഷി അനുസരിച്ചിരിക്കും. അപ്പോൾ മൈക്രോബുകൾ ഇവിടെ എല്ലായിടത്തും ഉണ്ട്, മണ്ണിലും പരിസരവും നമ്മൾ തൊടുന്നിടത്തും ഇരിക്കുന്നിടത്തും എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള പലരും കൂടുതൽ ഉപകാരികളാണ്. അവരുടെ പ്രതിരോധം വഴിയാണ്, നമ്മുടെ ശരീരത്തിൻ്റെയും പ്രതിരോധം വഴിയാണ്
നമ്മുടെ ശരീരത്തിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ ഉള്ള ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഗുണം കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് രോഗങ്ങൾ വരാതിരിക്കുന്നത്. ഒരു വർഷത്തിലൊരു തവണയോ 2 വർഷത്തിലൊരു തവണയോ ഇങ്ങനെയൊക്കെ വരാനും സാധ്യതയുള്ളൂ. അല്ലാണ്ട് നിരന്തരം രോഗങ്ങൾക്കിടയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഈ മൈക്രോബുകളുടെ പ്രവർത്തനം വഴിയാണ് അതൊക്കെ നടക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കനുസരിച്ച്. അല്ലെങ്കിൽ എന്നെന്നും രോഗം വന്ന് അടിമപ്പെട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ എല്ലാ കൃഷിയും ഭൂമിയിലുള്ള എല്ലാ സസ്യങ്ങളും നശിച്ചു പോകേണ്ടതാണ്. എന്തുകൊണ്ട് നശിച്ചു പോകാത്തത്? അപ്പോൾ ഇത്തരം വിഷയങ്ങൾ, കാലാവസ്ഥ, അനുകൂലമായിട്ടുള്ള പരിസ്ഥിതികൾ, ചുറ്റുപാടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ വംശവർദ്ധന നടക്കുള്ളൂ. വംശവർദ്ധന നടന്നാൽ മാത്രമേ അവരുടെ കോറം സെൻസിങ് അതുവഴിയുള്ള സിഗ്നൽസ്, മോളിക്യൂൾസ്, അതായത് വിഷം, വിറുലൻസ്, അത് പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെയുള്ള സെല്ലുകളെ നശിപ്പിക്കുക, അതിൻ്റെ ഒരു പ്രകൃതിയുള്ള വളർച്ചയെ മുഴുവൻ തടസ്സപ്പെടുത്തുക, അവിടുത്തെ കോശങ്ങളെ മുഴുവൻ നശിപ്പിച്ചെടുക്കുക, അതോടെ പിന്നെ വളർച്ചയില്ലാതാവുന്നു, അത് നശിച്ചു പോകുന്നു, അല്ലേ? ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ കോറം സെൻസിങ് ഒരു തരം ജീൻ എക്സ്പ്രഷനാണത്. കോറം സെൻസിങ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ റെസ്പോൺസ് ടു ഫ്ലക്ച്വേഷൻ ഇൻ സെൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. Quorum sensing bacteria produce or release chemical signal molecules called autoinducers that increase in concentration as a function of cell density. ഇവരുടെ എല്ലാം വളർച്ച ഉറപ്പാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ആ രൂപത്തിൽ വളർന്നാൽ മാത്രമേ അവരുടെ അടുത്ത് നിന്നുള്ള അറ്റാക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഓട്ടോ ഇൻഡ്യൂസേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് അവരുടെ പോപ്പുലേഷൻ, അവരുടെ അല്ലെങ്കിൽ എക്സ്പ്രഷൻ, പ്രോട്ടീൻ സിന്തസിസ്, അല്ലെങ്കിൽ അതോടൊപ്പം അത് സംഭവിക്കുന്നതോടൊപ്പം ഈ വിഷം എല്ലാ അംഗങ്ങളും അവിടെ ഉണ്ട്, എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞു എന്നതിനനുസരിച്ച് അടുത്ത സിഗ്നലാണ് അവർ ഒരു തരത്തിലുള്ള വിഷം പുറപ്പെടുവിക്കുന്നത്. ഈ വിഷം പുറപ്പെടുവിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ സ്വഭാവം തന്നെ ആകെ മാറി. അതിന് മുമ്പേ തന്നെ തൊട്ട് തന്നെ അവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പട്ടികൾ കൂട്ടം കൂട്ടിയ പോലെ നമ്മൾ ചില തെരുവുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 5-10 പട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് കല്ലെടുത്തെറിയാൻ പാടില്ല. അല്ലാതെ തന്നെ അവർ ഉപദ്രവിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം അവർക്ക് അവരുടെ സ്വഭാവം ഒരു തരം വൈൽഡ് ആനിമലിൻ്റെ സ്വഭാവമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവറ്റങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു 10 കൂടി നിൽക്കുന്നവർക്ക് നമ്മൾ അതിലൂടെ പോകുമ്പോൾ, അതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോൾ അവർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു പട്ടി ഒന്ന് മൂളിയാൽ മതി, പിന്നെ 2ാമത്തെയും 3ാമത്തെയും 5ാമത്തെയും പട്ടികളൊക്കെ ഒരുമിച്ചാണ് മൂളാനും നമ്മളെ ആക്രമിക്കാനും സാധ്യതയുണ്ട്. തെരുവ് പട്ടികളുടെ കൂട്ടങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഭയക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചൊരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ വൈൽഡ്നെസ് ഒന്ന് കൂടാനും സാധ്യതയുണ്ട് തെരുവ് പട്ടികളിലൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ മൈക്രോബുകളും അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരാം. അതുവരെ ശാന്തരായിരുന്ന ആളുകൾ ഈ ഒരു പർട്ടിക്കുലർ ഘട്ടത്തിലെത്തുമ്പോൾ അവർ വളരെ അക്രമകാരികളായിട്ട് മാറുകയാണ്. ഈ ഹൊറർ ഫിലിമിലൊക്കെ ഉള്ള പ്രേതങ്ങളെ പോലെ, അല്ലെ ഭൂതങ്ങളെ പോലെ അവർ അറ്റാക്ക് ചെയ്യണം. ഞാൻ കഥയാണ് പറയുന്നത്, ഹൊറർ ഫിലിം എന്നുള്ളത്, അല്ലാണ്ട് വാസ്തവമായിട്ടുള്ള സംഗതികളല്ല ഞാൻ പറയുന്നത് ആ ഒരു വിഷയത്തിൽ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് സംഘം ചേർന്നുള്ള അക്രമം, അല്ലാതെ ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഒരാൾ വന്നിരുന്നു, ഒരു ബാക്ടീരിയ വന്നിരുന്നു, അത് എന്തെങ്കിലും ചെറിയ വിഷം പുറപ്പെടുവിക്കുന്നു, അങ്ങനത്തെ വിഷം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഗ്രൂപ്പായിട്ടാണ് ആ സിഗ്നൽ എടുക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിന്നുള്ള സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമാണ് അവരുടെ വിഷം പുറത്തു വരുള്ളൂ. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും സാധിക്കില്ല. അതൊരു ഗ്രൂപ്പിൻ്റെ കമാൻഡാണ്, ഒറ്റയ്ക്കല്ല. ഇപ്പോൾ നമ്മൾ കൊതു വന്നിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ, അത് നേരെ നല്ല പാട്ടും പാടി മാനസ മൈനേ വരൂ മധുരം ഉള്ളിൽ തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ പാടി നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന ചോര ഒറ്റി പിടിക്കുന്നു. ഒറ്റയ്ക്കാണ്. കീടങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇലകളിലൊക്കെ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ തണ്ടിൽ വന്നിരിക്കുന്നു, അവരൊറ്റയ്ക്ക് വന്ന് നീരിട്ട് കുടിച്ചിട്ട് പറന്നു പോകുന്നു. ഒറ്റയ്ക്കാണ്, അവിടെ വേറെ കമാൻഡൊന്നുമില്ല. പക്ഷെ മൈക്രോബുകളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അവർ ഒറ്റയ്ക്ക് വന്നിരുന്നാലും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല അവിടെ മറ്റുള്ള ഒരു പോപ്പുലേഷൻ കൂടുതലാണ്. മാത്രമല്ല അത്രയും വലിയൊരു ശരീരത്തിനെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനും സാധിക്കില്ല. അത്രയും ആ ഒരു വലിയ ശരീരത്തിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു മില്യണോ ഒരു 10 പവർ 10 10 പവർ 11 10 പവർ 12 ഒക്കെ ആയി മാറിക്കഴിഞ്ഞാലാണ് അവരുടെ വിഷം നമ്മുടെ ശരീരത്തിൽ ആകെ കുഴപ്പമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചെടികളുടെ ശരീരത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ?
അപ്പോൾ അതിനെ ഇൻഡ്യൂസ് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ബോണിയുടെ പരീക്ഷണത്തിൽ പെട്രി ഡിഷ് എന്ന് പറയും, നമ്മുടെ ലാബോറട്ടറിയിൽ കാണുന്ന ഒരു വട്ടപാത്രം, അതിലിതിനെ വളർത്തുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ പോപ്പുലേഷൻ കൂടുന്നു, നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതേസമയം അവിടെ അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് ഒരു തുള്ളി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ സിഗ്നലിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ യുദ്ധത്തിലൊക്കെ അങ്ങനെയാണല്ലോ, ഈ റേഡിയോ വേവ്സിനെയൊക്കെ തടസ്സപ്പെടുത്തുമ്പോഴാണ് വട്ടം കൂടി നിന്നിട്ട് പട്ടാളക്കാർക്ക് ഏതെങ്കിലും രാജ്യത്തിന് പട്ടാളക്കാരെ മുഴുവൻ ആക്രമിച്ച് കൊല്ലാൻ സാധിക്കുന്നത്. അവരുടെ സിഗ്നൽസിനെ, അവരുടെ ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തും, റഡാറിനെയൊക്കെ തടസ്സപ്പെടുത്തും, സിഗ്നലുകളെ തടസ്സപ്പെടുത്തും, ഫോൺ സിസ്റ്റത്തിനെയൊക്കെ തടസ്സപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ അവർ ആകെ ഒറ്റപ്പെട്ടു പോകും. അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ തിരിച്ചു കിട്ടില്ല. ഇപ്പോൾ 10-100 മൈക്രോബുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ സിഗ്നൽ കൊടുക്കുക, നിങ്ങൾ എത്ര പേരുണ്ട് എന്നുള്ള സിഗ്നൽ ഇവിടെ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സിഗ്നലിനെ തടസ്സപ്പെടുത്തും. അങ്ങനെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ആരുടെയും ഉത്തരം തിരിച്ചു കിട്ടാതെ ആവുമ്പോൾ അവർ വളരില്ല, അവർക്ക് വളരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവരതിനുള്ള പ്രിപ്പറേഷൻ നടത്തിയെടുക്കാൻ സാധിക്കാതെയാവും. അപ്പോൾ അവർ സൈലൻ്റ് ആവുന്നു. അതേസമയം സിഗ്നൽ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്ത് 10,000 പേരുണ്ട്, നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോൾ അവർ അതിനുള്ള പരിശ്രമം, അതിൻ്റെ പോപ്പുലേഷൻ, അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറായി എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സിഗ്നലിനെ ഇടയിൽ കയറി ഇല്ലാതാക്കുകയാണ് ഈ ചില ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ചെയ്യുന്നത്, ചില മരുന്നുകൾ. ചില മൈക്രോബുകൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, മറ്റു മൈക്രോബുകൾക്ക് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ചില സമയത്ത്. അങ്ങനെയുള്ളൊരു ശരീരത്തിൽ ചിലപ്പോൾ ആ ശരീരത്തിൽ അതിനെ എതിർക്കുന്ന മൈക്രോബുകൾ ഉണ്ടായിന്ന് വരില്ല. അങ്ങനെയുള്ളൊരു ശരീരത്തിൽ നമ്മളെന്ത് ചെയ്യും? മരുന്നുകൾ ഉപയോഗിക്കും, ഇതിൻ്റെ സിഗ്നലുകളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ആ ഒരു മൈക്രോബൽ കമ്മ്യൂണിറ്റിക്ക് വളരാൻ സാധിക്കാതെയാവും. എത്ര രസകരമായിട്ടുള്ള സംഗതിയല്ലേ. അങ്ങനെയാണ് നമ്മൾ എത്രമാത്രം സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതൊക്കെ അല്ലേ. എത്രമാത്രം ദിവസങ്ങളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ പരിശോധനയുടെ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാമെന്നറിയാം. അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അത്രയും സൂക്ഷ്മമായിട്ട്, അതിസൂക്ഷ്മ തലങ്ങളിലേക്ക് പോയി മൈക്രോബുകളുടെ പ്രോട്ടീനെ പോലും മനസ്സിലാക്കണമെങ്കിൽ അല്ലേ, മൈക്രോബുകളെ തന്നെ കാണുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് പുറപ്പെടുവിക്കുന്ന അതിൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവം, അത് എവിടെ നിന്നാണ് പുറപ്പെടുവിക്കുന്നത്, എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത്, അതുപോലും അത്രയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചറിഞ്ഞിട്ടാണ്. നമ്മളുടെ കണ്ണിൽ നിന്നും കാണാൻ സാധിക്കില്ല. 10,000 ഇരട്ടി ഉള്ള ശക്തിയുള്ള മൈക്രോസ്കോപ്പുകളൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അത്രയും ആശയങ്ങളും പുറത്തു വരണ്ടേ. ഇതിൻ്റെയൊക്കെ ആശയങ്ങൾ, ഇതിൻ്റെയൊക്കെ മനസ്സിലാക്കലുകൾ, മുൻപ് നടന്നിട്ടുള്ള പല റിസർച്ചുകളാണ് ഇതിനൊക്കെ സഹായകമായിട്ട് മാറുന്നത്. അപ്പോൾ അതെല്ലാം പരിശോധിച്ച് 100 ശാസ്ത്രജ്ഞന്മാരുടെ മുഴുവൻ അറിവുകളെയും പരിശോധിച്ച് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ഇരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരാളല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അത്. കാരണം ഒരാളുടെ അറിവ് എല്ലാം തികഞ്ഞതായി എന്ന് വരില്ല. അപ്പോഴാണ് നമ്മൾ 2ാമത്തെയും 3ാമത്തെയും 10ാമത്തെയും 20ാമത്തെയും 50ാമത്തെയും 100ാമത്തെയൊക്കെ സയൻറ്റിസ്റ്റുകൾ, അല്ലെങ്കിൽ അത്രയും സംഘങ്ങളുടെ സയൻറ്റിസ്റ്റുകൾ ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ച് അവരുടെ ബുദ്ധിയും അനുഭവങ്ങളും പരിചയങ്ങളും ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അന്ന് ആ സമൂഹത്തിൽ അന്ന് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ടെക്നോളജിയും എടുത്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് അതിനൊരു സൊല്യൂഷൻ, ഒരു ഉത്തരം, ഏകദേശം പൂർണ്ണമായിട്ടുള്ള ഉത്തരം നേടിയെടുക്കുന്നത്. അത് പിന്നെയും അത് ഡെവലപ്പ് ചെയ്യും. ആ അറിഞ്ഞ ഉത്തരം തന്നെ വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ തലങ്ങളിലേക്ക്, പുതിയ പരിസരങ്ങളിലേക്ക് അതിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ഉപയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് സയൻസിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത്, ഈ പ്രകൃതിയെ മനസ്സിലാക്കുന്നത്, ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ഓരോ ദിവസവും 1000, 10,000, 1,00,000 സയൻറ്റിസ്റ്റുകൾ വിവിധ രാജ്യങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിലൊക്കെ ഇരുന്ന് പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പുതിയ അറിവുകളിലേക്ക് എത്തുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അന്ധരായിട്ട് മാറും. നമുക്കൊന്നും പ്രകൃതിയിൽ നടക്കുന്ന ഓരോരോ രഹസ്യങ്ങളെക്കുറിച്ചും ഓരോ കാര്യകാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. അതെന്തുകൊണ്ട്, ഇതെങ്ങനെ വളർന്നു വന്നു, ഇതെങ്ങനെ രൂപപ്പെട്ടു, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെയാവും. അപ്പോൾ സയൻസിൻ്റെ ഒരു തലത്തിൽ വളരെ സിൻസിയറായിട്ട്, ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വിഷയങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അന്ധരായിട്ട് പോകും. അല്ലെങ്കിൽ പാർഷ്വാലിറ്റി, ഏതെങ്കിലും ഒരു സെക്ടറിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി നിൽക്കും അല്ലേ. അതേപോലെ തന്നെ ഇവർക്കൊക്കെ സ്ലൈഡ് നമ്പർ 6 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ഗ്രൂപ്പിനെയും നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ എന്നോട് ഇടയ്ക്ക് ചില
നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും പരിചയപ്പെടാൻ വരും. ഇന്നത്തെ ഒരു ട്രെൻഡും നോക്കണേ, രസകരമായിട്ടുള്ള ട്രെൻഡുകളാണ്. അവർക്ക് നമ്മളുടെ പേരറിയണം. കാരണം എന്താണ്? നമ്മൾ ഏത് ജാതിയാണ്, മതമാണെന്നൊക്കെ അറിയാനായിട്ട്. അല്ല, നമ്മുടെ അടുത്ത് ചിഹ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ ഏതാളാണെന്ന് മനസ്സിലാവുന്നില്ല. ചിലവർ തൊപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അറിയാം ഇന്നത് ഇത് ഒരു മുസ്ലിം വ്യക്തിയൊക്കെ ഉണ്ടായി അറിയാൻ പറ്റും. തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും, വേറൊരാൾ ഒരു മാലയൊക്കെ ഇട്ടുണ്ടായിരിക്കും. ഇങ്ങനെ അറിയാൻ പറ്റും ഏതാണ് ഇനം ഇരിക്കുന്ന അടുത്തിരിക്കുന്ന ആൾ എന്നറിയാനായിട്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും മനസ്സിലാക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചല്ലോ, നിങ്ങളുടെ പേരെന്താ? പേര് പറഞ്ഞപ്പോൾ പറയണം, അല്ല പിന്നീടും ഒരു പേരില്ലേ തുടർന്ന്? കാരണം വെച്ചാൽ എൻ്റെ പേര് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ലേ, മനുഷ്യനല്ലേ എന്നാ ചോദിക്കുന്നത് അല്ലേ, എന്ന പോലെ. അപ്പോൾ ഞാൻ വേണുഗോപാൽ എന്ന് പറയും. പിന്നെ അറിയേണ്ടത് ആൾക്ക് ഏത് ജാതിയാണെന്ന് അറിയണം അല്ലേ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. അച്ഛൻ്റെ പേരെന്താ അല്ലെങ്കിൽ അമ്മയുടെ പേരെന്താ? കാരണം ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ പിന്നാലെ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനാണ്. ഇത് ഇന്ന വർഗ്ഗമാണ്, അതിനനുസരിച്ച് ആളിങ്ങനെ അടുത്ത് കൂടുന്നതാണ്, അടുത്തടുത്ത് ഇങ്ങനെ വരുന്നതാണ്. അതല്ലെങ്കിൽ ആദ്യം തന്നെ പേര് പറഞ്ഞ് ചിലർ അകന്നു പോകുന്നതാണ്. നിങ്ങളുടെ പേര് ഇതാണല്ലേ, അപ്പോൾ നിങ്ങൾ ഇന്ന ഭാഗക്കാരനാണല്ലേ, അപ്പോൾ അടുപ്പം അധികം വേണ്ട എന്ന് പറഞ്ഞ് അകലുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. യാത്രയിൽ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേര് പറയുമ്പോൾ നമുക്കുള്ള കാര്യങ്ങൾ. അങ്ങനെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് എത്രമാത്രം മനുഷ്യൻ അധപതിച്ച് നോക്കണം അല്ലേ. ഇങ്ങനെ അറിഞ്ഞിട്ടാണ് മനുഷ്യനെ കാണുന്നത്. പേര് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഉദ്യോഗം, വരുമാനം, സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മനുഷ്യരെ സമീപിക്കുക അല്ലേ. ഇങ്ങനെയും കുറേ ആളുകളുണ്ട്. ചിലർ സൗന്ദര്യം കണ്ടിട്ട്, ചിലർ നിറം കണ്ടിട്ട്, ചിലർ ഭാഷ, ഇന്ന ഭാഷ, ഏത് ഭാഷക്കാരനാണോ, നിങ്ങൾ തമിഴനാണോ, മലയാളിയാണോ, പഞ്ചാബിയാണോ, ഹരിയാനക്കാരനാണോ, ഇതറിയാനൊരു താല്പര്യം അല്ലെ. ഇങ്ങനെ പല സ്വഭാവത്തിലാണ് മനുഷ്യർ. കാരണം അത്രമാത്രം സെക്ടേറിയനിസം കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർക്കുള്ളിൽ. അപ്പോൾ ഇതുപോലെ സ്ലൈഡ് നമ്പർ 6 നിങ്ങൾ ഇൻട്രാ സ്പീസീസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നോക്കാം. അതിൽ ഓരോ മൈക്രോബുകളും അവരുടേതായിട്ടുള്ള ടോട്ടൽ ഒരു ആദ്യം നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ട്രക്ചർ കണ്ടിട്ടില്ലേ, ഒരു തേനീച്ചക്കൂട് പോലുള്ള ഒരു 5 പഞ്ചമുഖം അല്ലെ, ഒരു പെൻറ്റഗൺ ഷേപ്പിലുള്ളത്. അത് കഴിഞ്ഞാൽ അതിലുണ്ടൊരെണ്ണം, അത് കോമൺ ആയിട്ടുള്ളതാണ്. അതാണ് അവർ പുറപ്പെടുവിക്കുന്നത്. ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നറിയാൻ പോകുമ്പോൾ ആ ഒരു ഗ്രൂപ്പ് വരെ മുഴുവൻ അതിലൂടെ മനസ്സിലാക്കുക, ആ സിഗ്നലിലൂടെ. രണ്ടാമത്തെ സിഗ്നൽ, മൂന്നാമത്തെ സിഗ്നൽ, നാലാമത്തെ സിഗ്നൽ നോക്കൂ. അത് മൊത്തം ഒരു റെഡ് ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് കോമൺ ആയിട്ടുള്ള ഒരു മനസ്സിലാക്കൽ നടക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തന്നെ ഏത് വിഭാഗം അവിടെ കിടക്കുന്നു, അതാണ് പിന്നീടുള്ള ആ വാല് പോലെ കാണുന്നില്ലേ, അവിടേക്കും ഓരോ മോളിക്യൂൾസിൻ്റെ പ്രവർത്തനമുണ്ട്. ഇതിനനുസരിച്ച് അവർ തരംതിരിച്ച് മനസ്സിലാക്കും ഓരോ കുടുംബക്കാരും അവിടെ എത്രയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അനിയനും ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ടോ. അത് കഴിഞ്ഞാൽ പിന്നെന്താ പറയുക, എൻ്റെ വിഭാഗക്കാരവിടെ ഉണ്ടോ. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരേ ഫാമിലിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടോ എന്നതൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരുടെ ഈ വിർലൻസ് അല്ലെങ്കിൽ വിഷം പുറപ്പെടുവിക്കുന്ന രീതിയിലേക്ക് അവർ ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും സമയമുണ്ട് നമ്മൾക്ക് അതിനുള്ളിൽ പല കാര്യങ്ങളും ചെയ്തെടുത്താൽ ഇവരുടെ ആ സിഗ്നലിനെ വിച്ഛേദിച്ച് കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെയല്ലേ പറയാം, മിലിറ്ററിയിലൊക്കെ അങ്ങനെയാണ്, സിഗ്നലിനെ തകർക്കുക. ആ സിഗ്നലിനെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പട്ടാളത്തിൻ്റെ ശക്തി പോയി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ കഴിഞ്ഞാൽ വട്ടട്ടിടിക്കാൻ പറ്റും, കൊന്നുകളയാൻ പറ്റും. അങ്ങനെയുള്ള മിലിറ്ററിയിലൊക്കെ അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ ഗറില്ല പ്രവർത്തനത്തിലൊക്കെ അങ്ങനെയാണല്ലോ. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഇതേപോലെയാണ് സ്ലൈഡ് നമ്പർ 6 അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്ലൈഡ് നമ്പർ 5 ഇൻട്രാ സ്പീസീസ് ബോത്ത് റെക്കഗ്നൈസ് ദ ഓട്ടോ ഇൻഡ്യൂസേഴ്സ് ആസ് ദെയർ ഓൺ സ്പീഷീസ്. ദാറ്റ്സ് മൈ ഡോട്ടർ. ഒരു കോമിക് പോലെ അത് വിവരിച്ചത് നിധി ശ്രീവാസ്തവയാണ്. അത് മനോഹരമായിട്ട് ഒരു ചെറിയ കാർട്ടൂൺ പോലെ വരച്ച് തന്നത്. അവരെ സല്യൂട്ട് ചെയ്തു. ഈ വിഷയം മനസ്സിലാക്കാൻ, കുറച്ച് ഡെപ്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ. അതിൽ ചില റെഡ് അല്ലെങ്കിൽ പല കളറുകൾ കാണുന്നില്ലേ, ഇൻട്രാ സ്പീസീസ് കാണുമ്പോൾ ഇൻട്രാ സ്പീസീസും ഇൻട്രാ സ്പീസീസും വയ്ക്കുന്നുണ്ട്. ഒന്ന് ഇൻട്രാ സ്പീസീസ് എന്ന് പറയുമ്പോൾ അതേ ഗണത്തിൽപ്പെടുന്നത് എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും മാത്രം, എൻ്റെ ഫാമിലിക്കാർ മാത്രം. മറ്റുള്ളതോ ഇൻട്രാ സ്പീസീസ് എന്ന് പറയുമ്പോഴോ മറ്റു പലരും ബോത്ത് റെക്കഗ്നൈസ് റെഡ് ട്രയാങ്കിളും പർപ്പിൾ കളറിലുള്ള ഒരു ഡോട്ടും അല്ലേ, ഓട്ടോ ഇൻഡ്യൂസേഴ്സ് ആസ് ഡിഫറെൻറ്റ് സ്പീഷീസ്. ഇത് വ്യത്യസ്ത സ്പീഷീസിലുള്ള മറ്റുള്ള സെക്ടറിലുള്ളവരാണ്, അവരെയും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇവരുടെ ഈ മോളിക്യൂൾസ് വഴി, ഓട്ടോ ഇൻഡ്യൂസേഴ്സ് വഴി മനസ്സിലാക്കാൻ സാധിക്കും.
അവർക്ക് ആരൊക്കെയുണ്ട്, ഏതൊക്കെ വിഭാഗക്കാരാണ് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എത്രമാത്രം രസകരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വെച്ചു നോക്കൂ. നമ്മളൊക്കെ മനുഷ്യനായിട്ടുള്ള ടെലിഫോണും ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപേ തന്നെ, ദശലക്ഷക്കണക്കിന് വർഷം മുമ്പേ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ശൃംഖല അവർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഏത് ഭാഷയിൽ, ഏത് കോഡിലൂടെ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടെലഗ്രാമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇതെന്ത് സംഗതി എന്നുള്ളത്. പക്ഷേ ടെലിഗ്രാം അവിടെ എത്തുമ്പോഴേക്കും അത് കൃത്യമായിട്ടത് മനസ്സിലാക്കി വായിച്ചെടുക്കാൻ സാധിക്കും. അതുവരെ ഒരാൾ എന്താ പറയുക, പിയാനോയിൽ വായിക്കുന്ന പോലെ ടെൻ ടൺ 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 അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഇങ്ങനെ അതേപോലെ തന്നെ റേഡിയോ സിഗ്നലുകൾ, ബാൻഡ് പിടിക്കില്ല നമ്മൾ. ഓരോ ബാൻഡ് FM എന്നൊക്കെ പറയുന്നത് ഷോർട്ട് വേവും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കില്ല ഓരോ ബാൻഡ്. തൃശ്ശൂർ ആകാശവാണി കിട്ടണമെങ്കിൽ, കോഴിക്കോട് ആകാശവാണി കിട്ടണമെങ്കിൽ, പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ, തൃശ്ശൂർ എന്താ പറയുക, ആകാശവാണി തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കും അല്ലേ. അത് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നൊരു സ്റ്റേഷൻ കിട്ടണമെന്ന് വേറെ ബാൻഡിലേക്ക് വെക്കണം, അപ്പോഴാണ് അവിടെ നിന്ന് പാട്ടുകൾ കിട്ടുക അല്ലേ. മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി എൻ്റെ തിങ്കളാഴ്ച നൊയമ്പെന്നു മുടക്കും ഞാൻ അല്ലേ എന്നൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ ബാൻഡുകൾ മാറുമ്പോൾ ഇതേപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഈ കൊതുക്കൾ ഇങ്ങനെ പാടി വരിക, തങ്കഭസ്മക്കുറിയിട്ടുള്ള തമ്പുരാട്ടി. നിങ്ങൾ സഹിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരൊക്കെ പാട്ടും പാടി വരുന്നതാണ്. അപ്പോൾ നമ്മൾ തപ്പ് കൂട്ടുക കൈയടിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യില്ല, അവരെ ഓടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ല. കൊതു വിചാരിക്കും തപ്പ് കൂട്ടും നമ്മൾ അവരുടെ പാട്ട് കേട്ടിട്ടാണ്. എനിവേസ്, അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ഈ മൈക്രോബൽ കൺസോർഷ്യത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ മൈക്രോബിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, സിഗ്നലിംഗ് അല്ലേ. അത് സ്ലൈഡ് നമ്പർ 2 നിങ്ങൾ ഇടയ്ക്ക് ഹോൾഡ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതിൽ പറയുന്നത് 4 types of bacterial communication through quorum sensing. ബാക്ടീരിയ A, ടോക്ക് വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദെയർ ഓൺ സ്പീഷീസ് അല്ലേ. അവർ ഇപ്പം നമുക്ക് ആ ഒരു മൈക്രോബൽ കോളനിയാണ് കംപ്ലീറ്റ് കാണുന്നത്. എല്ലാ മൈക്രോബുകളുണ്ട്, സകലമാന ഗ്രൂപ്പുകാരുണ്ട് അവിടെ, സകലമാന ഫാമിലികളുണ്ട്, ഉപദ്രവകാരികളും ഉപകാരികളും അങ്ങനെയായിട്ടുള്ള എല്ലാവരും, ഫംഗിയും ബാക്ടീരിയയും വൈറസും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഒരാൾ അവരുടെ അതായത് ആ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ഓട്ടോ ഇൻഡ്യൂസേഴ്സ് പുറപ്പെടുവിച്ചുകൊണ്ട് മനസ്സിലാക്കും നമ്മൾ എത്ര പേരുണ്ടെന്നുള്ളത്. ത്രൂ quorum sensing, bacteria talk with other members of their own species. Then ബിയിലുള്ള ആൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ടൈപ്സ് ഓഫ് ബാക്ടീരിയ. അതായത് അതേ ആൾ തന്നെ മറ്റു അവരുടേതല്ലാത്ത സ്പീഷീസായിട്ട് സംസാരിക്കും. കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ ടൈപ്സ് ഓഫ് ബാക്ടീരിയ, അവരുടെ തന്നെ ഓട്ടോ ഇൻഡ്യൂസേഴ്സ് വഴി. ദെൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുക്കാരിയോട്ടിക് സെൽസ്, അതായത് അവർക്ക് എതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തികച്ചും അവരുടേതല്ലാത്ത ഇനങ്ങൾ. കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൈറസസ്, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പാണ് അവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇനങ്ങളുമായിട്ടും, ഇപ്പോൾ ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് എന്നൊക്കെ പറയില്ലേ ബാക്ടീരിയകളിലൊക്കെ, അവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കാരണം ഏകദേശം ഒരേ ഫാമിലിക്കാരാണ്. ഗ്രാം നെഗറ്റീവുകാർ ആദ്യം സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ഗ്രാം പോസിറ്റീവുകാരായിട്ട് സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് അവരുടെ ഫാമിലി അല്ലാത്ത ബാക്ടീരിയകളായിട്ട് സംസാരിക്കുന്നു. കാരണം സ്വഭാവത്തിൽ പലരും വ്യത്യാസമുണ്ട്, അവരെക്കുറിച്ച് അറിയുന്ന അവരെത്ര പേരുണ്ട്. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യുക്കറിയോട്ടിക് സെല്ലുകളായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞാൽ വൈറസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരെത്ര സെൻസ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവർ ആക്രമണം തുടങ്ങുന്നത്. അപ്പോൾ അത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഓട്ടോ ഇൻഡ്യൂസേഴ്സ്, കോറം സെൻസിങ്, ഓട്ടോ ഇൻഡ്യൂസേഴ്സ് അവരെത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. 10 പവർ 11 അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഏകദേശം അവരുടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ കോറം തികഞ്ഞു കഴിഞ്ഞാൽ. അതിനാണ് ഈ കോറം സെൻസിങ് എന്ന് പറയുന്നത്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി. അപ്പം അതിനുള്ളിൽ അവരുടെ ആ കമ്മ്യൂണിറ്റി വളരുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൈക്രോബുകൾ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൻറ്റിബയോട്ടിക്സ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചെടിയുടെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ചെടുക്കുന്ന രീതികൾ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ വളർച്ച അല്ലെങ്കിൽ ഇവരുടെ ആ രോഗ കാരണം ഇല്ലാതാക്കാൻ സാധിക്കും.
രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അല്ലേ? അത്രയും പവർഫുള്ളാണ് നമ്മളുടെ ജീവിവർഗം. അതിൽ ഉപദ്രവകാരികളിൽ നിന്ന് വളരെ കുറവും ഉപകാരികൾ വളരെ കൂടുതലുമാണ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ ഉപകാരികളുടെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, നമ്മളെ വളപ്രയോഗങ്ങൾ മെച്ചപ്പെടുത്തുന്നു, ആ രീതിയിൽ കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ ഈ കോറം സെൻസിങ് എന്നൊരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് ഡെപ്തിൽ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളപ്രയോഗം ഇൻ അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. വളപ്രയോഗവും അതേപോലെ തന്നെ ബയോ ഏജൻറ്റുകളെ വളപ്രയോഗം നടത്തിയെടുക്കേണ്ടത് നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബയോ ഏജൻസ് പ്രയോഗിക്കേണ്ടതുണ്ട്. അതിൻ്റെ വംശവർധന ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം ഈ ഉപദ്രവകാരികളുടെ എണ്ണം, അവരുടെ സിഗ്നലിംഗ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിക്കാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മൾ മൈക്രോബുകളെ ചേർക്കുന്നത് വെറും വളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. അതായത് മണ്ണിൽ പല ജീർണനം വേഗതയിൽ നടക്കാൻ വേണ്ടി മാത്രമല്ല, ചെടിക്കുള്ളിൽ വേണ്ടുന്ന പോഷകങ്ങൾ എത്തിക്കൽ മാത്രമല്ല, ഇവരുടെ സിഗ്നലിംഗ് കമ്മ്യൂണിക്കേഷനെ തകർക്കുക എന്നുള്ള ആവശ്യം കൂടിയിട്ടുണ്ട്. അങ്ങനെ അത് പൂർണ്ണമാകുമ്പോഴാണ് ആ ഡിസീസ് സൈക്കിൾ എങ്ങനെ ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളത് അവിടെ തീരുമാനിക്കപ്പെടുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു അവസ്ഥയിൽ, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുന്ന പോലെ തന്നെ നമുക്ക് ചെടികളുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ സാധിക്കും. കംപ്ലീറ്റ് പ്രിവെൻഷൻ മോഡിൽ മുൻകൂറായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മുൻകൂറായിട്ടുള്ള വളപ്രയോഗങ്ങൾ, മുൻകൂറായിട്ടുള്ള ബയോ ഏജൻറ്റ്, ബയോളജിക്കൽ അപ്ലിക്കേഷൻസ്, ദെൻ വളർച്ചാ ത്വരകങ്ങൾ, അതായത് പോഷകങ്ങളുടെ ലഭ്യത കൂടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും വളരെ സജീവമായ രീതിയിൽ ആ ചെടിക്കുള്ളിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കഴിക്കുന്ന പോലെ എന്ന് പറയാം, അല്ലെങ്കിൽ ചില പ്രത്യേകിച്ചുള്ള വിറ്റാമിൻസ് കഴിക്കുന്ന പോലെ എന്ന് പറയാം, അല്ലെങ്കിൽ ജിംനാസ്റ്റിക്കുകളൊക്കെ കഴിക്കുന്നില്ല, പവർ ടോൺ, അങ്ങനെ ചില പ്രൊഡക്റ്റുകളൊക്കെ കഴിക്കില്ലേ, പേശികളൊക്കെ വളരെ കൂടുതൽ വേഗതയിൽ വളരാൻ വേണ്ടിയിട്ടൊക്കെ, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൊടുക്കാനുള്ള വളർച്ചാ ത്വരകങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ചെടിക്ക് ഡബിൾ ക്വാളിറ്റി, ഡബിൾ ഹെൽത്ത്, ട്രിപ്പിൾ ഹെൽത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് പ്രയോഗിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കൃഷിയിൽ മെച്ചപ്പെട്ട ഒരവസ്ഥയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. മണ്ണിൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു, ചെടിയിൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കുന്നു, ഉൽപ്പന്നങ്ങളിൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. ബോണി ബെസ്ലറുടെ ഒരു ചിത്രം ഞാനതിൽ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡ് നമ്പർ 1A, അല്ലേ? അവരാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റാരും അവതരിപ്പിച്ചിട്ടില്ല എന്നല്ല, ബോണിക്ക് മുൻപും പല സയൻറ്റിസ്റ്റുകളും അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലതും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന രീതികളെക്കുറിച്ച് അത് ബോണി രണ്ട് സയൻറ്റിസ്റ്റുകളും കൂടിയിട്ടാണത് അവതരിപ്പിച്ചത്, കണ്ടുപിടിച്ചത്, മനസ്സിലാക്കിയത്. അതിൻ്റെ ആൻറ്റിബയോട്ടിക്സും. ബോണി വന്നിട്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലത്തെ മോളിക്കുലർ ബയോളജിസ്റ്റാണ്. വളരെ ഫേമസ് ആണ്, വളരെ ടാലൻറ്റഡ് ആണ്, വളരെ എക്സ്പ്രസീവാണ്. അവർ വളരെ എക്സ്പ്രസീവാണ്. ഇതൊക്കെയാണ് നമ്മളൊരു മാതൃകയായിട്ട് പോലും എടുക്കേണ്ടത്. നമ്മളെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇത്രയും ടാലൻറ്റഡ് ആവാൻ കഴിയും. അവരെ നമ്മൾ വളർത്തിയെടുക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെയാണ് ഈ മനുഷ്യ രാശിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. മനുഷ്യൻ്റെ പല അവസ്ഥകളെയും മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇവരാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. ഇവരാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ ഊണും ഉറക്കമൊക്കെ ഒഴിച്ച് പഠിച്ച് മനസ്സിലാക്കി പരീക്ഷണശാലകളിലൊക്കെ 24 മണിക്കൂറും ആഴ്ച മുഴുവനും മാസങ്ങളോളം ഇരുന്ന് മുന്നോട്ട് പോകുന്നവരാണ്. അല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല, കല്യാണത്തിന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, കുറേ മാലകളൊക്കെ ഇട്ട്, അല്ലെങ്കിൽ കുറേ ചന്ദനക്കുറിയൊക്കെ വരച്ച്, അല്ലെങ്കിൽ കുറേ ഖദർ ജുബ്ബയും മറ്റുള്ള വലിയ സാധനങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവില്ല. അവരെ പോലെയല്ല അവർ. മനുഷ്യനായിട്ട് കാണുന്ന പച്ചയായിട്ടുള്ള മനുഷ്യർ. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടാണ്, ഇവരുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള, അല്ലേ,
വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനം, 400 വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ് സാമൂഹ്യ വളർച്ച ഉണ്ടായിട്ട് മാറുന്നത്. സാമൂഹ്യ വളർച്ച ഇവരെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ ഗുണങ്ങളും ഇത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ, പണ്ഡിതന്മാരുടെ മുഴുവൻ പ്രവർത്തനം കൊണ്ടാണ്. അവരാണ് ഈ സമൂഹത്തെ ഈ രീതിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ എത്തിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 400 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതുവരെ വളരെ സൈലൻ്റ് ആയിരുന്നു. നമ്മളൊരു 10,000 വർഷം 20,000 വർഷമൊക്കെ വളരെ സൈലൻ്റായിട്ട് പോകുമായിരുന്നു, വളരെ കാലമെടുത്തുകൊണ്ട്. അതെല്ലാം തന്നെ നമ്മളൊരു 100 വർഷം കൊണ്ട് സാധിച്ചെടുത്തു. ഒരു 10,000 വർഷത്തെ ചരിത്രത്തിനെ നമ്മൾ 100 വർഷം കൊണ്ട് മാറ്റിയെടുത്തു. വളരെ ഗുണകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങി. നമ്മൾ കേടാവുന്നത്, അല്ലെങ്കിൽ ആ സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് കേടാക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അതിമോഹങ്ങളുടെ ചില സിസ്റ്റത്തിൻ്റെ തകരാറാണ് അതിമോഹം, ഗ്രീഡിനെസ്, ആർത്തി, മറ്റുള്ളവരുടെ എല്ലാം തട്ടിയെടുക്കാനുള്ളൊരു മോഹം. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ സിസ്റ്റം കാരണം കൊണ്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അവരൊരു മനുഷ്യരാശിയെ മുൻപോട്ട് കൊണ്ടുപോകുക, അവരവരുടെ കഴിവിനെയും അറിവിനെയൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയം മനസ്സിലാക്കാൻ ഈ ക്വാറം സെൻസിങ് ഉപകരിക്കും. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ചെടികളുടെ പ്രതിരോധശേഷി, അല്ലെങ്കിൽ ചെടികളിൽ മൈക്രോബുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്, എന്തെല്ലാം അവസ്ഥയിലാണ് നടക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ഔട്ട്ലൈനാണ് ഞാൻ തരുന്നത്. ഇനി നിങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്യുന്നു, കൂടുതൽ മനസ്സിലാക്കുന്നു, കൂടുതൽ അതിനനുസരിച്ച പ്രയോഗങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുന്നു. അപ്പോൾ നമുക്ക് നമ്മളുടെ പരിസരത്തിനെ നന്നാക്കിയെടുക്കാൻ സാധിക്കും, നമ്മളുടെ കൃഷിഭൂമിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, നമ്മളുടെ ഉൽപ്പന്നങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.